അടിയെന്ന് പറഞ്ഞാൽ അതാണ് അടി. അപ്പം നിർത്തി പഠിക്കായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഫൈറ്റ് കണ്ടിട്ട് ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. പപ്പാപ്പനും ഒരു മിനിറ്റാ. ആ ഒരു മിനിറ്റ്. ഹലോ ഹലോ അതെ. എന്താ എന്തെടുക്കുവാ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. ഞാനേ കുറച്ച് തിരക്കില്ല. എന്ത് തിരക്ക്? എന്നോട് കുറച്ച് മിണ്ടിയാൽ എന്താ? എനിക്ക് ആകെ ബോർ അടിച്ചിരിക്കുവാന്നേ. അതെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ രാത്രി വിളിക്കാം. ഇത് മറ്റേ എന്താണ് അച്ഛൻ വിളിച്ചിരുന്നു. ഫോൺ കൊടുത്തെന്തോ? അതല്ല മണ്ടൻ. വാ പറയ്. എനിക്ക് കല്യാണാലോചനകൾ വരുന്ന കാര്യം പറയാൻ അച്ഛൻ വിളിച്ചത്. ആ വെരി ഗുഡ്. കല്യാണത്തിന് നമ്മളൊക്കെ വിളിക്കില്ലേ? ചുമ്മാ പറഞ്ഞതാ. കുറച്ച് സീരിയസ് ആയി സംസാരിക്കോ? ഓക്കെ പറയ്. നമ്മുടെ കല്യാണത്തിന് നിന്റെ അപ്പച്ചൻ സമ്മതിക്കോ? സമ്മതിക്കാതെ എവിടെ പോവാനാ? മച്ചു ഭയങ്കര അഡ്വാൻസ്ഡാ. ആള് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നല്ലോ. എന്താ ജോസി അപ്പച്ചനോട് എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയോ? ഓയ്യോ ഇത്ര പെട്ടെന്നാ? എന്താ? ഓക്കെ ഡൺ. നോക്കി പിടിപ്പിക്കണേ. ഒരു മിനിറ്റ് കോൾ വരുന്നുണ്ട്. ഈ കുട്ടപ്പനങ്ങൾ ആടി മേടിക്കും. കട്ടിയല്ലേ കുട്ടപ്പനങ്ങൾ? അച്ഛൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. മണമില്ലാത്തത് ഇറക്കിക്കൂടെ? അലക്സിന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പൂരയാ. ഓ അലസന്റെ മനസ്സ്. അപ്പച്ചോ ഉഗ്രനായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചത്? ഇതുപോലത്തെ 2-3 കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബഡീസിന്റെ വീട്ടിൽ പോയിക്കായിരുന്നു. അവന്മാർക്ക് ഇത് ശരിക്കും കേൾക്കും, പ്രത്യേകിച്ച് സൂര്യക്കേ. ജോസി. യെസ് ഫാദർ. ഇത് തിന്ന് ഞാൻ ചാവും. എത്തിപ്പോയി. ഡ്രസ് മാറിയായിരുന്നു, പിന്നെ മാറിയില്ല. അപ്പച്ചൻ വല്ലതും കഴിച്ചാ? നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് മാറിയെന്ന്. നീ മദ്യപിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മധ്യകേരളത്തിലല്ല അപ്പച്ച. ഒരു വൈൻ. അയ്യോ അപ്പച്ചനൊന്നും ഉണ്ടാക്കിയില്ലേ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയ. അപ്പച്ചൻ പിന്നെ ഈ ടൂൾസ് ഒക്കെ എടുത്ത് എന്തുണ്ടാക്കിയായിരുന്നു? പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാല്ലേ? എനിക്ക് ഓംലെറ്റ് മതി. അപ്പച്ചൻ എന്തെങ്കിലും വേണം? എനിക്ക് ഡബിൾ. ആണല്ലേ? എനിക്ക് തോന്നിയിരുന്നു ഡബിൾ ആയിരിക്കും. തന്നെ ഉണ്ടാക്കാൻ പാടില്ല. അപ്പച്ചാ പണി പാളിയിട്ടാ. ഗ്യാസ് തീർന്നു. കോമഡി പറയല്ലേ, കുക്കിംഗ് ഗ്യാസ് തീർന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാം. എന്റെ വക ചെലവ്. അതൊന്നും വേണ്ട. ഞാൻ ആ കുട്ടപ്പനെ വിളിച്ചപ്പോ ഒരു കുറ്റി ഗ്യാസ് കയറാന്ന് പറഞ്ഞു. അയ്യോ ഇനി അതൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് എപ്പ ഉണ്ടാക്കാനാണ്? നീ ആ ബൈക്കിൽ അങ്ങോട്ട് പോയിട്ട് എടുത്തു വന്നാ മതി. ഞാനാ അപ്പച്ച? ഞാൻ റേഡിയോ ചോദിക്കുകയാണ്, എന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിച്ചറിയാം. പോയാ മതി. എന്തൊരു തൂങ്ങിച്ചാനാ? ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ട് വരാൻ കയറ് ബെസ്റ്റാ. രാത്രി യാത്രയില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ യാത്ര വേണ്ട. ഗ്യാസ് തീർന്ന കാര്യം പറയണ്ടായിരുന്നു. ഫുൾ കുറ്റിയാകാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ കുറ്റി തെറിച്ചേനെ. സെയിം പിച്ചുണ്ട് ട്ടാ. ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ എന്നിട്ട് ഓടിച്ചത്. ആകെ നാണക്കേടായി പോയനെ. എന്റെ മുമ്പിൽ കൂടെ ഉണ്ടല്ല എന്റെ കൂടെ വർക്ക് ചെയ്ത് കൊടുത്ത ജസ്റ്റ് ഇങ്ങനെ ക്രോസ്. രാത്രി ആയതുകൊണ്ട് ദൈവഭാഗ്യം കണ്ടില്ല. നാളെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. രാത്രിയായിട്ട് പോയാൽ മതി, ആരും കാണൂല. അത് ശരി. ഇത് ശീലോക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ അതൊക്കെ കഴിക്കും. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഒന്നും അറിയാത്ത പോലെ. മറ്റേതാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്, നല്ല ടാങ്ക് ആയിരുന്നു. എനിക്ക് കുറച്ച് മതി അപ്പച്ച, നേരത്തെ കഴിച്ചാൽ. ഇത് നിന്റെ തലയിലടിച്ച് പൊട്ടിക്കണോ അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഒഴിച്ച് കളയണോ? അപ്പച്ചാ ഇനി മേലാൽ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരികയോ കഴിച്ചോണ്ട് വരികയോ ചെയ്താൽ നിന്റെ അണ്ണാക്കിൽ സ്കെയിലിറ്റിയെ ഛർദ്ദിപ്പിക്കും. മനസ്സിലാടാ? അതിന്റെ അകത്തേക്ക് സ്കെയിൽ വളരെ നീളക്കാനാ. ഇതെടുത്ത് മാറ്റി വെക്കണത് പൊറോട്ട. ഞാൻ എല്ലാത്തിനും സംശയമുള്ളത്.
ഷോപ്പിലെ പൊറോട്ടയും. ജോസേ എന്താ അപ്പച്ച? ഇങ്ങോട്ട് മാറിക്ക്. എത്ര വർഷം എന്റെ മോനിത് കുത്താൻ തുടങ്ങിയിട്ട്? ഇത് 1 2 3. നീ എന്താ ലേലം വിളിക്കുക? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിനക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല. അച്ചടക്കം മനസ്സിലായോ? ഇങ്ങോട്ട് മാറിക്ക്. എത്ര മണിക്കൂറാ റേഡിയോ സ്റ്റേഷനിൽ നിനക്ക് ജോലി? 4 മണിക്കൂർ. എത്ര? 1.5 മണിക്കൂർ. ബാക്കി സമയം എന്റെ മോൻ എന്താ ചെയ്യുന്നത്? അത് വെറുതെ ഇരിക്കുന്നതിന്റെ ഒരു തിരക്കുകളുണ്ടാവില്ല അപ്പച്ച. എന്താ? You must practice self-discipline. A man without self-discipline is a gun without a trigger. Stick it. കർത്താവേ, എല്ലാം കയ്യിൽ നിന്ന് പോവാണല്ലോ. LTT അറ്റാക്കിൽ വല്ലതും പറ്റിയതാണോ? Stick it. പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. നാളെ മുതൽ രാവിലെ 5:30 എഴുന്നേൽക്കണം. എന്തിനാ? 1 hour exercise, then 2 മണിക്കൂർ പഠനം. അത് കഴിഞ്ഞ് ജോലി. തിരിച്ചു വന്നാൽ ഹൗസ് ക്ലീനിങ് ആൻഡ് കുക്കിംഗ്. അയ്യോ, ഉച്ചയ്ക്ക് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം. കർത്താവേ. വൈകുന്നേരം ഷാർപ്പ് 6:30 വീട്ടിലുണ്ടായിരിക്കണം. 20 വർഷമായിട്ട് വീട്ടിൽ വരാത്ത ആളാ എന്നോട് 6:30 എത്താൻ പറയണത്. ഘടികാരം എന്തോ പുറകോട്ട് നടക്കാനുള്ളതല്ല, മുന്നോട്ട് നടക്കാനുള്ളതാണ്. ആയിക്കോട്ടെ. ഓർഡർലിനെസ്, ക്രമം പാലിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം. പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം. സ്റ്റഡി ടേബിൾ അടുക്കി ഒതുക്കി വെക്കണം. ഫ്ലവർ വേസിൽ എന്നും ഒരു പുഷ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കണം. കിടന്ന പായ തീർത്തു വെക്കാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല. ഓക്കെ? ഇതെന്താ? ത്രിഫ്റ്റ്നെസ്, മിത വിനിയോഗം. പണം സൂക്ഷിച്ചുപയോഗിക്കണം. കൃത്യമായ കണക്കുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ അക്കൗണ്ടിൽ പണമടക്കണം. നിനക്ക് പെട്രോൾ അടിക്കാൻ ഡെയിലി 58 രൂപ 60 പൈസ തരും. ഇപ്പൊ വില കൂടി. ചെറിയൊരു ഹോള് മതി വലിയൊരു കപ്പൽ മുങ്ങാൻ. അത് മറക്കണ്ട. നിന്റെ ഒരു കളി അവിടെ നടക്കില്ലടാ മോനെ. നിന്നെക്കാളും അലമ്പന നിന്റെ അപ്പച്ചൻ. നീ എവിടെ? ഇനി അപ്പച്ചൻ നോക്കിക്കോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ഇപ്പൊ തരാം. ഇത് കഴിഞ്ഞ് മുട്ട ഉണ്ടാക്കട്ടെ. ഡബിൾ അല്ല, ഇത് ഡബിളാണ്. ചുറ്റിയോടെ ഇതിലേതാ ക്യാബേജ്? മിക്കവാറും ഇതായിരിക്കും. ഇനി ഇതിനൊരു പേരിടണം. എന്ത് ഡ്രസ് എനിക്ക് അതൊന്ന് കണക്കൊക്കെ എഴുതി കഴിഞ്ഞോ ജോസി? അപ്പച്ച, എനിക്ക് ഈ കണക്കൊന്നും തെറ്റിച്ചെഴുതാ അറിയാൻ പാടില്ല. എടാ, ഒരു ദിവസത്തെ കണക്കെഴുതുന്നത് എത്ര വലിയ കാര്യം? പെട്രോളിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണെന്ന്. എന്നാ നീ വന്ന് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേ. പിന്നെ അപ്പച്ച ഒന്ന് ചെയ്യപ്പോ എന്താണത്? അതല്ലേ ബ്രിട്ടാസിന്റെ. ഇത്ര പെട്ടെന്ന് അപ്പച്ചാ, ഇത് അപ്പച്ചന്റെ മുറിയായിരുന്നാ? ഞാൻ വിചാരിച്ചത് എന്റെ ഷർട്ടായിരിക്കുന്നു.
ഇത് ഞാൻ എവിടെ വെക്കണം? സൂക്ഷിക്കണേ, കള്ളന്മാരൊക്കെ ഉള്ളതാ. ഗുഡ് നൈറ്റ് അല്ലേ? അയ്യോ, എടുത്തോ അപ്പച്ച. അപ്പച്ച എന്റെ ബൈക്കാ. പെട്രോളും ഇല്ല.